ഞാനൊരു സ്നാക്സ് കുട്ടികൾക്ക് ഉണ്ടാക്കാനാണ്. അത് ചിക്കനും വെജിറ്റബിളും കൂടി ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇച്ചിരി കാബേജ് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, വേപ്പില. പിന്നെ നമ്മളൊരു 200 ചിക്കൻ്റെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് പുഴുങ്ങിയെടുത്തിട്ട് അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്യും. ഇത് ഒന്ന് നമുക്ക് ഓരോന്നായിട്ടിട്ട് കൊടുക്കുക. കാബേജ് ഒരു 100 കാബേജൊക്കെ ഉണ്ടാവും കേട്ടോ, ഇത്രയേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സവാള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വാടട്ടെ. എണ്ണയിൽ കിടന്നൊന്ന് കുറച്ച് ഒരു 2-3 മിനിറ്റ് വാടിക്കുമ്പോൾ അതിൽ പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അതിലോട്ട് കാബേജ് ഇട്ട് കൊടുക്കാം. കാബേജ് നമുക്കതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്കിങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വയ്ക്കാം. ഒന്ന് അധികം വേവണ്ട, ഒന്ന് വാടിയാൽ മതി. നമ്മളിത് മൂടി വെച്ചത് ഒന്ന് ഇളക്കി ഒരു ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ. അധികം വേവണ്ട. ഇനി ഇത് നമുക്ക് ഇത് എണ്ണയിൽ ഇടുമ്പോഴേക്ക് അത് വേവും. പിന്നെ നമ്മളൊരു 1/2 തക്കാളി വെച്ചിട്ടുണ്ടായി, ഒരു തക്കാളിയുടെ പകുതി, ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയുടെ പകുതി അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്ത് വീണ്ടും നമ്മൾ സോയ സോസൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് ഉപ്പ് നോക്കി വേണോട്ട് ഇടാൻ. ഇറച്ചിയിലും നമ്മൾ ചിക്കനിലും ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് പൊടിക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്നും കൂടി ഇങ്ങനെ ഇളക്കി വയ്ക്കുക. തക്കാളി ഒന്ന് ഇതാകാൻ. ഇനിയിപ്പോൾ നമ്മൾ തട്ടിപ്പൊത്തി വെച്ചത് ഇത് മതി. തക്കാളിയും ഒന്ന് കുറച്ച് ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. അതെല്ലാം ഹാഫ് ഉപ്പിടാണ്, എല്ലാം ഹാഫ് ആയിട്ടുണ്ട് കേട്ടോ. ഹാഫ് വേവ് ആയിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് പുഴുങ്ങി പൊടിച്ചതാണ്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ആക്കിയിട്ട് ഇതും ഒന്ന് നമ്മളൊരു 1 മിനിറ്റ് ഇതിങ്ങനെയൊന്ന് വയ്ക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഒറിഗാനോ ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ നമുക്ക് ഒരു സോയ സോസ് കുറച്ച് ഒരു ടീസ്പൂൺ. പിന്നെ ചില്ലി സോസ് അതും 1 ടീസ്പൂൺ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് പോരെങ്കിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇതിനൊക്കെ ഉപ്പുള്ളതാണല്ലോ ഈ സോസിനൊക്കെ. പിന്നെ ചിക്കനിലും നമ്മൾ പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ടതാണല്ലോ, അപ്പോൾ ഉപ്പ് കൂടി പോകണ്ട. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കി വീണ്ടും ഉപ്പ് നിങ്ങൾ ഇടുക. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ്, മല്ലിയില ഇവിടെ ഇല്ല. ഇനി നമ്മളുണ്ടാക്കിയ കൂട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ. പിന്നെ കുറച്ച് മൊസറല്ല ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് റസ്ക് പൊടിയോ ബ്രെഡ് പൊടിയോ എന്താണെങ്കിലും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത് ഒരു 2 ടീസ്പൂൺ റസ്കിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് ഇത് മിക്സ് ചെയ്തല്ലോ, അതെല്ലാം ഇതുപോലെ ഉണ്ടയാക്കിയിട്ട് ഈ ഉണ്ടയുടെ ഉള്ളിൽ നമുക്ക് ഒരേ ചീസ് വെച്ച് കൊടുക്കാം. ഇതുണ്ട്, ഇതുപോലെ ഒരു കഷ്ണം ചീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഉരുട്ടുക. ഇങ്ങനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഉള്ളിൽ ചീസ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചീസ്. ഇനി നമുക്ക് കുറച്ച് റസ്ക് പൊടി വേണം. കുറച്ച് റസ്ക് പൊടി, ഒരു മുട്ട ഇത് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഉണ്ടയെല്ലാം ഈ മുട്ടയിൽ മുക്കി ഈ റസ്ക് പൊടിയിലും കൂടി മുക്കി വയ്ക്കണം.
എല്ലാം നമുക്ക് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ ഇനി നമുക്കിത് ഈ എണ്ണയിലേക്ക് ഇട്ട്, എണ്ണ തേച്ച് ചൂടായി കിടപ്പുണ്ട്, ഇനി അതിലേക്ക് നമുക്ക് ഓരോന്നിട്ട് വറുത്ത് വരാം. പയ്യെ പയ്യെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, പൊടിഞ്ഞു പോകാണ്ട്. ഇത് പിള്ളേർക്കൊക്കെ വൈകുന്നേരം ചായക്കുണ്ടാകും. ഈ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇപ്പോൾ ഞാനിതിൽ കാബേജും ക്യാരറ്റ് വെച്ചേക്കണം. നിങ്ങൾക്ക് പീസ് ഇടാം, ബീട്രൂട്ട് ഇടാം, അങ്ങനെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം. അപ്പോൾ പീസൊക്കെ ഇടുമ്പോൾ വേവിച്ചിട്ട് ഇടണം എന്നുള്ളൂ. അത് അങ്ങനെ എന്ത് പച്ചക്കറി ആണെങ്കിലും കൊച്ചുങ്ങൾക്ക് ഇതിലിടാം. പിന്നെ ഇലക്കറികളിടാം, ഇലകൾ എന്താണെന്ന് വെച്ചാൽ അത് ഇടാം, അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ചിക്കൻ്റെ സ്ഥാനത്ത് മുട്ട ചിക്കയാണെങ്കിലും നമുക്കിതുണ്ടാക്കാം, കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ പച്ചക്കറിയും അവരുടെ വീട്ടിൽ ചെന്നോളും, അവർക്ക് വൈകുന്നേരം ചായക്കൊരു സ്നാക്സായിട്ട് ഇത് കഴിക്കുകയും ചെയ്യാം. ഉണ്ടാക്കി വെച്ച് ഒരു 2-3 പീസ് ചിക്കൻ മതി. ഞാനിതിൽ 200 ഗ്രാം ചിക്കൻ ചേർത്തിട്ടുണ്ട്. ഇത്രയല്ലാട്ടോ, കുറച്ച് ബൗളും കൂടി ഉണ്ട്, ഞങ്ങൾ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്നുള്ളൂ. നമുക്കൊരു 200 ഗ്രാം ചിക്കനും 100 ഗ്രാം കാബേജും 2 ക്യാരറ്റും കൂടി ആകുമ്പോൾ തന്നെ 10-18 എണ്ണത്തോളം കിട്ടും. അപ്പോൾ അതേ ഇത്രയും മൂത്ത് മതി, നമുക്കത് കോരാം. ചിക്കൻ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം ഒന്ന് നോക്കാം. ഇതാ ഒരെണ്ണോടെ നമുക്ക് ഇതാക്കാം. ചൂടാണ്, പിടിക്കാൻ പറ്റുന്നില്ല.